ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800111235 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. അപ്പൂപ്പ, അപ്പൂപ്പ, എന്താ? അപ്പൂപ്പൻ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അച്ഛമ്മ എന്തിനാ വഴക്ക് പറഞ്ഞേ? അത് മോക്കും മനസ്സിലാവില്ല. എന്തിനാ അപ്പൂപ്പ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. അച്ഛൻ പിണങ്ങിപ്പോയിട്ടാ? ഏയ് അല്ല. അപ്പൂപ്പനെ എന്തിനാ ഇരുട്ടത്തിരിക്കുന്നേ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വെളിച്ചവും കെട്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മുഖശ്രീ കുറിക്കും ശാന്തസുന്ദര തീരം. സ്നേഹം മുഖശ്രീ കുറിക്കും ശാന്തസുന്ദര തീരം. ശാന്തി മന്ത്രങ്ങൾ മുഴങ്ങും സാന്ത്വന വിശ്രാന്തഗേഹം. ഇത് കനിവിൻ്റെ പൊന്മലർക്കൂട്.
പുതു കനവുകൾ കതിരിടും കൂട്. കാരുണ്യം ദീപം തെളിക്കും സമഭാവനയുടെ വീട്. ആനന്ദം ആരതിയേന്തും ആശാമനോജ്ഞ നികുഞ്ചം. ജീവിത സായന്തനത്തിൽ തണലേകും സന്തോഷക്കൂട്. സ്നേഹം മുഖശ്രീ കുറിക്കും ശാന്തസുന്ദര തീരം. പോയ കാലങ്ങൾ ഇടനെഞ്ചിൽ നീറ്റിയ നോവോർമ്മയെല്ലാം മായ്ക്കുന്ന മാന്ത്രിക കൂട്. രാഗമാരിവിൽ വിരിയുന്ന വീട്. വാഴ്വിൻ്റെ തീക്കനൽ ചാലിൽ കുളിരേകുമാശ്വാസക്കൂട്. സ്നേഹം മുഖശ്രീ കുറിക്കും ശാന്തസുന്ദര തീരം. ശാന്തി മന്ത്രങ്ങൾ മുഴങ്ങും സാന്ത്വന വിശ്രാന്തഗേഹം. ഇത് കനിവിൻ്റെ പൊന്മലർക്കൂട്. പുതു കനവുകൾ കതിരിടും കൂട്. അളിയ ഒരു ബിജു വട്ടം ചാർന്നളിയാ. ആ അമ്മേ അയ്യോ. വല്ലതും പറ്റിയോ സാർ? വരണം സാർ. ദാ അവിടെ ഇരിക്കാം. മുറിവ് വല്ലതും പറ്റിയോ സാർ? കുഴപ്പമില്ല, കുറച്ച് വെള്ളം.
ഇല്ല സർ ഇല്ല. ഈ വെള്ളം കുടിക്കണം. കുഴപ്പമില്ല. ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? കയ്യിൽ ചെറിയ വേദനയുണ്ട്, അത്രേ ഉള്ളൂ. സാർ ഇവിടെ ഒരു ആക്സിഡന്റ് ആ ഉണ്ടായി. പിള്ളേരെവിടെ? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ എന്തെങ്കിലും വല്ലായിക? ഇറ്റ്സ് ഓക്കെ, ഒന്നുമില്ല. അയ്യോ, പോലീസും എത്തിയോ? ആ. മാറിയിക്കണോ? മാറിയിരിക്കണം. എന്താ ഇവിടെ? മാറി മാറിയിക്കണോ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? സർ എന്തു പറ്റി? എന്താ പറ്റിയത്? ഒരു ബൈക്ക്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഐ എം ഫൈൻ. ആരാ ഇടിച്ചത്? ആ ബൈക്കിലെ പിള്ളേരെ കാണുന്നില്ലല്ലോ. ആ രണ്ട് പിള്ളേരാ. ഡോ, ഇവിടെ വാ. അവര് തന്നെയാ. ഇവിടെ വരാൻ. ഒന്ന് അനങ്ങി വേഗം പാടാ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. അവന്റെ ഒരു ഊശാൻ താടിയും നൂഡിൽസ് മുടിയും. മുഖം കണ്ടറിയാം. കള്ള ലക്ഷണങ്ങള്. മാല പിടിക്കാൻ വന്നേടാ. എന്താണ് അതിന്റെ പേര്? അഖിലാണ്ട മണ്ഡലൻ. അഖിലാണ്ട മണ്ഡലൻ. കൊള്ളാം. ആട്ടെ, ആരാ നിനക്ക് ഈ പേരിട്ടത്? അച്ഛനാ സാറേ. അച്ഛൻ. അപ്പം നിന്റെയോ? നവാസുദ്ദീൻ സിദ്ദിഖ്. നവാസുദ്ദീൻ സിദ്ദിഖി. അവിടുന്ന് ഒരു ബൈക്കില് നല്ല സ്പീഡിലാ വന്നേ. കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടാലറിയാം. ഇവന്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടറിയാം വൃത്തികെട്ടവന്മാരാണെന്ന്. സർ, അതാണോടാ നിന്റെ ബൈക്ക്? സർ, ആ വണ്ടിയുടെ കേബിള് കണ്ടോ? അത്ര ആരോഗ്യമുള്ളൂ നിനക്ക്. മനസ്സിലായോടാ? എടുത്താ പൊങ്ങാത്തൊരു വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ. സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ. രണ്ടിനും പിടിച്ച് ജീപ്പി കയറ്റ്. എന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാ. ഇവര് നിരപരാധികളാ. ഞാൻ ക്രോസ് ചെയ്യുമ്പോ ഇവർ ആക്ച്വലി വന്ന് ഇടിച്ചതല്ല, ഞാൻ വീണുപോയതാ. കുഴപ്പമില്ല സർ, അവരെ വിട്ടേക്കണം. കേസ് ചാർജ് ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞുകൊണ്ട് രണ്ടിനെ ഞാൻ വെറുതെ വിടുക. മേലിലെങ്ങാളെ എന്റെ കൺമുന്നിൽ കണ്ടാൽ പൊക്കോ പൊക്കോ. ഞങ്ങൾ പൊക്കോട്ടെ സാറേ. പറഞ്ഞു കേട്ടില്ലടാ. സർ, നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? വിനായകൻ. ആ, എവിടാ സാറിന്റെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. സാറെന്താ ഇവിടെ? ഞാനിവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാ. എവിടാ സുഹൃത്തിന്റെ വീട്? വീടല്ല, സ്വപ്നക്കൂട് എന്ന് പറയും. സ്വപ്നക്കൂട്. ഓ, സ്വപ്നക്കൂട്. അതെ അതെ, അവിടെയാ. വരണം സാർ, ഞാൻ ആ വഴിക്കാ. ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ഒരു ബുദ്ധിമുട്ടുമില്ല. സാർ വന്നോട്ടെ. ഒന്നും വേണ്ട സർ, ഞാൻ പോയിക്കോളാം. ഞാൻ ആ വഴിക്കാ. കയറിക്കോളൂ, ഞാൻ അവിടെ വിട്ടേക്കാം. വരണം സാർ. വേണോ സർ? പ്ലീസ് വരൂ. പ്ലീസ് സാർ, ഞാൻ എടുത്തോളാം. കയറിക്കോളൂ. ശരി സർ. റഫീഖേ, വണ്ടി എടുക്ക്. വരൂ സാർ, ഇതാണ് സാറ് പറഞ്ഞ സ്വപ്നക്കൂട്. വരൂ. ഡോറടക്കി. ധാരാളം വയസ്സായ ആളുകൾ സന്തോഷത്തോടെ കഴിയുന്ന ഇടമാണ്. അകത്തേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം സാർ. ഇദ്ദേഹം ഇവിടേക്ക് വരികയായിരുന്നു. ടൗണിൽ വെച്ച് കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടി. നമസ്കാരം. അപ്പോ ശരി മുകുന്ദൻ, പിന്നെ കാണാം. ഓക്കെ, വളരെ നന്ദി. ഓക്കെ. വരട്ടെ. വെരി നൈസ് പേഴ്സൺ. ഇൻസ്പെക്ടർ ആയാൽ ഇങ്ങനെ ആവണം. അദ്ദേഹം ഞങ്ങളുടെ ഒരു വെൽവിഷറാ.
ജനമൈത്രി പോലീസ്. ഇതാണ് സാർ പോലീസിന്റെ മനുഷ്യമുഖം. വരണം സാർ. എന്റെ പേര് വിനായകൻ. ഞാൻ ഒരാളെ കാണാൻ വന്നതാ. ആരെയാ? രവീന്ദ്രൻ. രവീന്ദ്രൻ? രവീന്ദ്രൻ പാലക്കാത്തടത്തിൽ. ഓ, കഥയൊക്കെ എഴുതുന്ന നമ്മുടെ രവി സാർ. അത് തന്നെ. അദ്ദേഹം നിങ്ങളുടെ സുഹൃത്താണ്. വെറും സൗഹൃദമല്ല, കളിക്കൂട്ടുകാരനാ. ഞങ്ങളൊന്നിച്ച് പഠിച്ച് അയൽക്കാരായി ജീവിച്ച്. എന്നിട്ട് മാഷിന് ഇപ്പോഴാണ് അദ്ദേഹത്തെ ഓർമ്മ വന്നത്? ഞാൻ നാട്ടിലില്ലായിരുന്നു. ഒരു നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാ. അഡ്മിഷൻ എടുത്തിട്ട് 2 വർഷമായി. ഇതേവരെ അദ്ദേഹത്തിന്റെ മകൻ ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല. പുതിയ അഡ്മിഷൻ ആണോ സർ? അല്ല, നമ്മുടെ രവി സാറിനെ കാണാൻ വന്നതാ. റൂം ഒന്ന് കാണിച്ചു കൊടുക്കൂ. ശരി സർ. സാറിന് പോയി കാണാം. ശരി. വരണം സാർ. സാർ, ഒരു മിനിറ്റ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ കൂട്ടിനാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആളുകളാ ഇവിടെ ഉള്ളത്. അവരെ കാണുമ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കണം. എന്നെ കണ്ട രവി സന്തോഷിക്കേയുള്ളൂ. ഗ്രേറ്റ്. താങ്കൾക്ക് നന്മ വരട്ടെ. താങ്ക് യു. സാർ, ഒരു വിസിറ്റർ ഉണ്ട്. വരൂ സാർ. വിനായക. രവി. അരേ വാ, അരേ വാ.
എന്താടാ ഈ കാഷായ വേഷത്തിൽ? നീ സന്യസിക്കാൻ തീരുമാനിച്ചോ? ഇതിനെന്താ കുഴപ്പം? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇപ്പോ ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം. വീട്ടിൽ നിന്ന് പുറത്താക്കി കാണും. അതായിരുന്നല്ലോ കുട്ടിക്കാലം മുതലേ ഉള്ള നിന്റെ കയ്യിലിരിപ്പ്. പുറത്താക്കിയതല്ല. എന്തൊരു വിങ്ങലടാ ഈ മുറിക്കകത്ത്. ഹാ, നിനക്ക് ഈ ജനാലയൊക്കെ ഒന്ന് തുറന്നിട്ടൂടെ? ഭാസ്കരേട്ടനോ? സുഖമാണോ ചേട്ടാ? ഇല്ലെങ്കിൽ നീ സുഖപ്പെടുത്തിയതിലൂടാ. വല്ലാത്തൊരു ജന്മം. ഇത് നമ്മുടെ വീടാണ്. എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറണം. കളക്ടറാ, മുഖ്യമന്ത്രി കൊണ്ടുപോയി പരാതി കൊടുക്കണ. ഇങ്ങനെയാണെങ്കിൽ അത് വേണ്ടി വരും. എന്താ ഭാസ്കരേട്ടാ? എന്നെ പാസി എന്ന് വിളിച്ചാ മതിയെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. കൊച്ചിനെ കാണുമ്പോ എന്റെ ശരീരത്തിലാകമാറ്റം. എന്തോ കുഴപ്പം തന്നെ. പല്ലുവേദനയാണെന്ന് കരുതി ആരെങ്കിലും ചിക്കൻ ഫ്രൈ കിട്ടിയാൽ വേണ്ടെന്ന് വെക്കൂ. അതും പോയി. വേണ്ടെങ്കി വേണ്ട. വഷളൻ. എല്ലാ കാഴ്ചകളും ഞാൻ കണ്ടു കഴിഞ്ഞു. 2 വർഷത്തിനിടെ നീയാ എന്നെ തിരക്കി ഇവിടെ വന്ന ഒരേ ഒരാൾ. നിന്റെ മകൻ നിന്നെ ഇവിടെ കൊണ്ടാക്കുന്നതിന് മുന്നേ ഞാനും രജനി ദുബായിക്ക് പോയല്ലോ, മകന്റെയും മരുമകളുടെയും അടുത്ത് സുഖവാസത്തിന്. എന്നാടാ നിങ്ങൾ തിരിച്ചെത്തിയത്? ഇല്ല, രജനി വന്നില്ല. പേരക്കുട്ടികളെ നോക്കാൻ അമ്മൂമ്മമാരല്ലേ നല്ലത്. പ്രായമായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ മക്കൾക്ക് ബാധ്യതയാണല്ലോ. ഞാൻ ആദ്യമേ അത് മനസ്സിലാക്കി നേരെ ഇങ്ങോട്ട് പോന്നു. 2 വർഷം, 2 യുഗം പോലെ തോന്നുന്നു. കാണാൻ കഴിഞ്ഞല്ലോ. കോളേജിൽ പഠിക്കുമ്പോ നമ്മൾ ഈ കടല് കാണാൻ വന്ന് നീ ഓർക്കുന്നുണ്ടോ? കൊള്ളാം. കോളേജും വീടും വിട്ട് നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ യാത്രയായിരുന്നു. എത്ര കണ്ടാലും മതിയാവില്ല. ചക്രവാള സീമ വരെ പരന്നു കിടക്കുന്ന ഈ കടൽ ഒരിക്കലും മടുപ്പിക്കില്ല ഈ വശ്യത. ഒരു പൊതി. അവസാന കാലത്ത് ആരും ഒപ്പമുണ്ടാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ സമ്പാദ്യം മുഴുവനും മകന് നൽകി. ഈ ഓൾഡേജ് ഹോം ഉള്ളതുകൊണ്ട് തെരുവിൽ അലയേണ്ടി വന്നില്ല. അല്ലെങ്കിൽ കണ്ണും കുഴിഞ്ഞ് കവിളുമുട്ടി ഗതികിട്ടാ പ്രേതം പോലെ തെരുവിൽ അലിഞ്ഞു നടന്നേനെ. രവി, ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? വിദ്യാഭ്യാസം, ജോലി, അച്ഛനമ്മമാരോടുള്ള കടമ, സഹോദരിമാരുടെ ഭാഗം, നമ്മുടെ ഭാഗം, കുടുംബം, മക്കൾ, എല്ലാം നേട്ടമല്ലേ? ഇതിനിടയിൽ നമ്മളെപ്പോഴാടാ നമുക്ക് വേണ്ടി ജീവിച്ചത്? രാവിലെ ഉദിച്ചുയരും, ഉച്ചയ്ക്ക് കത്തിക്കാളും,
വൈകുന്നേരം എരിഞ്ഞിറങ്ങും. അതുതന്നെയാ ജീവിതവും. വിനായക, എന്തായി കാണിക്കുന്നത്? ആരാ വിളിച്ചത്? രജനി. എന്നിട്ടാണോ നീ എന്നെ വേണ്ടാത്തവള് എന്തിനാ എന്നെ വിളിക്കുന്നത്? ഏയ്, രജനിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ അവളോടൊപ്പം ദുബായിക്ക് പോകുന്നത്. കഥകളിലൊക്കെ ഉള്ളതുപോലെ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ മനുഷ്യർ, അപരിചിതമായ എന്നാൽ വിസ്മയം ജനിപ്പിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ. ഈന്തപ്പനകളുടെ അഴകിനും ഈത്തപ്പഴത്തിന്റെ സ്വാദിനുമപ്പുറം എല്ലാ സുഖലോലുപതയും അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയുന്ന ഇടത്താവളം. ആർഭാടവും ആഡംബരവും ആകർഷിക്കാനും ഉത്തേജിപ്പിക്കാനും കഴിയുന്ന കാലമൊക്കെ കഴിഞ്ഞുവെന്ന് ഞാൻ വളരെ വേഗം തിരിച്ചറിഞ്ഞു. റിട്ടയർമെന്റിന് ശേഷം ഞാൻ ആഗ്രഹിച്ച ജീവിതമൊന്നുമല്ല അവിടെ കിട്ടിയത്. ഇന്നത്തെ കുട്ടികൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് പിറ്റേന്ന് മുതൽ തമ്മിത്തല്ലാനും അശാന്തമായ കുടുംബജീവിതം നയിക്കാനുമാണെന്ന് തോന്നിപ്പോവും എൻ്റെ മകന്റെയും മരുമകളുടെയും ജീവിതം കണ്ടാൽ. അച്ഛൻ എന്താ ഇങ്ങനെ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ ജീവിതമാകുമ്പോൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്ന്. കൊള്ളാം. പ്രായോഗിക ജീവിത വിജയത്തിന് അച്ഛൻ പഠിപ്പിച്ച പാഠം അച്ഛന്റെ നേർക്ക് തന്നെ പ്രയോഗിക്കുകയാണല്ലേ? ഞാൻ ആകെ മടുത്തു. ഓഫീസിലെ ടെൻഷൻ, അതും പേര് ഇവിടെ വരുമ്പോ ഇവിടെ ഇല്ല സ്വസ്ഥത. അതിന് ഞാനാണ് സ്വസ്ഥത തരാത്തത്. എല്ലാരും. റോസലിൻ, നിനക്കെങ്കിലും. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് എന്റെ കരിയർ ആണ് വലുത്. ഫാമിലി കംസ് ഓൺലി ആഫ്റ്റർ ദാറ്റ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെ അമ്മയെ ഊട്ടാനും ഉറക്കാനും ആണെങ്കിലേ അതിന് പറ്റിയൊരു പെണ്ണെ ചൂസ് ചെയ്യണമായിരുന്നു. ഏത് നേരത്താണോ വിവാഹം കഴിക്കാൻ തോന്നിയത്? ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശക്കുന്നില്ല. ഇങ്ങനെ പിണങ്ങാൻ തുടങ്ങിയാലോ? രജനി, മകന്റെയും മരുമകളുടെയും ഒപ്പം ദേശാടന പക്ഷികളെ പോലെ അലയാനാണ് നമ്മുടെ വിധി. 3 മാസം ദുബായ്, 6 മാസം മലേഷ്യ, പിന്നെ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ. എനിക്ക് മടുത്തു. നീ വരുന്നുണ്ടോ? എവിടേക്ക്? അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് എന്റെ ഒപ്പം ഇറങ്ങി വരുമ്പോ നീ എന്നോട് ചോദിച്ചില്ലല്ലോ എവിടേക്കെന്ന്. അതുപോലെയാണോ ഇപ്പോ? നമ്മൾ അങ്ങ് പോയാ ശ്രീകുട്ടന്റെ മക്കളെ ആര് നോക്കും? അതുമല്ല, നാട്ടിൽ പോയാ ഈ കുട്ടികളെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഓ ശരിയാ, അത് ഞാൻ ഓർത്തില്ല. റോസ്ലിൻ, നിക്ക്, ഞാനൊന്ന് പറയട്ടെ. റോസ്ലിൻ, they are my parents. So what? Go to hell. നിനക്കിത്തിരി സ്നേഹമായിട്ട് ബിഹേവ് ചെയ്തൂടെ? ഞാൻ പറഞ്ഞോ രണ്ടിനെയും നാട്ടിൽ നിന്ന് കെട്ടിയെടുത്തോണ്ട് വരാൻ? വാട്ട് ഇഫ് ഇറ്റ് were your parents? ഞാൻ വല്ല ഓൾഡ് ഏജ് ഹോമിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്തേനെ. ലുക്ക്,
ആഫ്റ്റർ 20-30 years നീയും ഞാനും വയസ്സാകും. അതെ, മാമു കണ്ടും മക്കളെ കണ്ടും കൊതിക്കില്ലെന്നാ ഞാൻ പഠിച്ചത്. അത് നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാ ഞാനെന്താ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ? വേണ്ട, രണ്ടിനെയും തറവാട്ടി കൊണ്ടാക്കിയാ മതി. റോസ്ലിൻ, എന്താ ഇങ്ങനെ? എന്നെ തൊടണ്ട. എന്താ ഇരുട്ടത്തിരിക്കുന്നത്? നമ്മൾ റോഡിന്റെ അറ്റത്തെത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതം പോലെ. ഇല്ല വിനായക, ഇത് ജീവിതത്തിന്റെ അവസാനമല്ല, അനന്തമായ കടൽ കാഴ്ചകളിലേക്കുള്ള ആരംഭമാണ്. അരേ വാ, അരേ വാ. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ?
അച്ഛനെ കാണാതെ എനിക്ക് പറ്റണില്ല. നാട്ടിലേക്ക് പോണത്? എനിക്ക് ഒരു സമാധാനവും ഇല്ല. വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അമ്മ അങ്ങോട്ട് ഓടിച്ചല്ലേ? അല്ല മോളെ, ഓർക്കുമ്പോ ഞാനില്ലാണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല. വല്ല കടുങ്കയും കാണിച്ചാലോ? ഓ പിന്നെ കടുങ്കൈ. മോളെ റോസ്ലിൻ, സ്റ്റോപ്പ് ഇറ്റ്. എല്ലാം എടുത്തു വെച്ചോ. വാ അമ്മേ, ഫ്ലൈറ്റ് മിസ്സാകും. വേഗം വന്നാട്ടെ. ഇദ്ദേഹം മിസ്റ്റർ കരുൺ പണിക്കർ. ഓ, പ്രശസ്തനായ ചിത്രകാരനാണ്. ഹായ്, nice to meet you. Nice meeting you too. I have a pleasant surprise, but not yet completed. My pleasure. Me? Yes. Marvelous. Superb. Thank you. Looking forward for the wonderful gift from you. Thank you. Most welcome. തൽക്കാലേ സീതാദേവി തന്നെ പുത്രന്മാരെന്ന് ഉൾക്കാമ്പിലറിഞ്ഞിതു രാഘവൻ തിരുവടി. ഗോമതി തീരെ വാഴും വാൽമീകി തന്നെ കാൺമാൻ രാമഭദ്രനുമൊരു ദൂതനെ നിയോഗിച്ചാൻ. ജാനകീദേവി ശുദ്ധയെങ്കിൽ കൈക്കൊള്ളാമല്ലോ, നാനാലോകരും കാൺകെ പ്രത്യയം ചെയ്തിടണം. ഇതാണ് സാർ ഞങ്ങളുടെ സൗദാമിനി ആന്റി. നമസ്കാരം. എപ്പോഴും പുരാണ പാരായണമാണല്ലേ? മോക്ഷമാർഗം തേടുകയാണ്. ഭഗവാന്റെ സവിധത്തിൽ ചെന്നെത്തണം. അതിനുള്ള ഒരുക്കമാണ്. അതിനിയും ഒത്തിരി വർഷങ്ങൾ വേണം. താമരപ്പൂ നീ ദൂരെ കണ്ടുമോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ
കണ്ടു മറ്റൊരു താമരക്കാട് അസാധ്യ കലാകാരന്മാരാണല്ലോ. ജീനിയസുകൾ. കണ്ടു മറ്റൊരു താമരക്കാട്. സർ, ഇത് നമ്മുടെ സ്വപ്നക്കൂടിലെ ഗായക സംഘമാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അക്കോർഡിയൻ വായിക്കുന്നത് നമ്മുടെ വേണുച്ചേട്ടനാണ്. ഹാർമോണിയം വായിക്കുന്നത് നമ്മുടെ പൊൻകുന്നൻ ജോസ്, നമ്മുടെ ജോസേട്ടൻ. വയലിൻ ജെറാൾഡ് ചേട്ടൻ. ഗിറ്റാർ മാന്നാർ സുരേഷ് ബായ്. തബല രാജു പൊയ്കൈ. ഇവർ രണ്ടുപേരും നമ്മുടെ സ്വന്തം പാട്ടുകാരാ. കൊള്ളാലോ. ലാലപ്പൻ ചേട്ടനും രാജപ്പൻ ചേട്ടനും. അപ്പോ ഞാനിനി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. വീണ്ടും തീർച്ചയായും നമുക്ക് കാണാം. നിങ്ങളുടെ പാട്ടെല്ലാം എനിക്ക് ഇനിയും കേൾക്കണം, ആസ്വദിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഗംഭീരം കേട്ടോ, പറയാൻ വാക്കുകളില്ല. നമസ്കാരം. ഗോഡ് ബ്ലസ് യു. നമ്മുടെ രവി സാറിന്റെ ചങ്ങാതിയാ, പുതുതായി വന്നതാ. കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു വാട്ട് എ സർപ്രൈസ്. ഡോക്ടർ ഇവിടെ? യെസ്, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഇവിടെയാണുള്ളത്. ഇവിടുത്തെ അന്ത്യവാസികൾക്ക് കുറച്ച് ചികിത്സയും കുറച്ച് അഡ്വൈസും. ഈ സേവന മനോഭാവത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കുട്ടിക്കാലത്ത് എന്നെയും അച്ഛനെയും ഉപേക്ഷിച്ചു പോയ എൻ്റെ അമ്മ ഇവിടെയുണ്ട്. ഇവിടുത്തെ അമ്മമാർക്കിടയിൽ ആ അമ്മയെ കാണുവാനായിട്ടാണ് പതിവായി ഞാനിവിടെ വരുന്നത്. ആരാ ഡോക്ടറുടെ അമ്മ? വേണ്ട സാർ, ആരും. എൻ്റെ അമ്മ പോലും അതറിയണ്ട. കാക്കയ്ക്കും ഞാൻ ശത്രു. തന്തയ്ക്ക് മുമ്പുണ്ടായ കാക്ക. അയ്യടാ, പൂവമ്പഴം. എന്റെ പട്ടിക്കും വേണ്ട. നമസ്കാരം പ്രിയമുള്ളവരെ. സ്വപ്നക്കൂടിന് പുറത്ത് പ്രതിമാസം നടത്തിവരാറുള്ള പരിപാടിയുടെ ഭാഗമായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീ പന്തളം ബാലനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സദയം ക്ഷണിക്കുന്നു. നമസ്കാരം. സ്വപ്നക്കൂട് നിവാസികൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.
സ്വപ്നക്കൂട് നിവാസികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. ഈ വേദിയിൽ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഏതായാലും നമുക്കൊരു ഗാനം ആസ്വദിക്കാം. പാടുമീണങ്ങൾ തേടുന്നു രാഗങ്ങൾ പകരുന്നിതാ പ്രിയ സുഖമെഴുമഴകാ. സുഹൃതമീ ജന്മങ്ങൾ സ്നേഹാർദ്ര ബന്ധങ്ങൾ പുലരുന്നിതാ ചെറുകുളിരഴകലയാ. സുഖമൊരു ഷഹനായി മീട്ടി വന്നണയുമ്പോൾ ദുഃഖമൊരു കടലായി ഇടനെഞ്ചിലോ. പുനർജനിയുടെ തീരം പുതിയൊരു കാലം മധുരവം ലയഭരം. പാടുമീണങ്ങൾ തേടുന്നു രാഗങ്ങൾ പകരുന്നിതാ ആ. നിറയെ സുഗന്ധമായി നിറങ്ങൾ പിറന്നെന്നാൽ ഒരു രാഗസുന്ദര വീടൊരുക്കാം. നിറയെ സുഗന്ധമായി നിറങ്ങൾ പിറന്നെന്നാൽ ഒരു രാഗസുന്ദര വീടൊരുക്കാം. ദൂരയാത്ര തൻ മഞ്ചലേറി നമ്മൾ പല ജന്മക്കടവത്ത് കൈ നീട്ടി. പകലരിഞ്ഞുമായും മിഴി നനഞ്ഞു തോറും ചിരിയുടെ കുളിരല തഴുകുമഴകിലൊരു വരമൊഴി സ്വരഗതി. പാടുമീണങ്ങൾ തേടുന്നു രാഗങ്ങൾ ആ. ഇനിയും ഋതുക്കൾ ഇതുവഴി വന്നെന്നാൽ അതു ശാന്ത സുന്ദര പുണ്യമാക്കാം. ഇനിയും ഋതുക്കൾ ഇതുവഴി വന്നെന്നാൽ അതു ശാന്ത സുന്ദര പുണ്യമാക്കാം. സ്നേഹദീപത്തിൻ താലമേന്തി നമ്മൾ മിഴിനട്ടു കാതങ്ങൾ കാത്തിരുന്നു. കരളുറഞ്ഞു നീറും കഥ പറഞ്ഞു തേനും കലയുടെ കാത്തള കിലുകിലെ മൊഴിയും തരണമേ തേമൊഴി. പാടുമീണങ്ങൾ തേടുന്നു രാഗങ്ങൾ പകരുന്നിതാ പ്രിയ സുഖമെഴുമഴകായി. സുഹൃതമീ ജന്മങ്ങൾ സ്നേഹാർദ്ര ബന്ധങ്ങൾ പുലരുന്നിതാ ചെറുകുളിരഴകലയാ. സുഖമൊരു ഷഹനായി മീട്ടി വന്നണയുമ്പോൾ ദുഃഖമൊരു കടലായി ഇടനെഞ്ചിലോ. പുനർജനിയുടെ തീരം പുതിയൊരു കാലം മധുരവം ലയഭരം. പാടുമീണങ്ങൾ തേടുന്നു രാഗങ്ങൾ പകരുന്നിതാ ആ.
നീ ഇവിടെ നോക്കിക്കോ, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. വാ മോനെ. വരൂ. അമ്മേ, കരയാതമ്മേ. നമ്മളിവിടെ എത്തിയില്ലേ അമ്മേ? സമാധാനമായിരിക്കമ്മേ. അമ്മേ, അപ്പൂപ്പ, മോളെ സുഖല്ലേ? എന്തിനാ ഞങ്ങളോട് ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോകുന്നത്? ഞാനൊരു ദീർഘയാത്ര തീരുമാനിച്ച ഇറങ്ങിയത്. നിന്നോട് ചോദിച്ചപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞു. സാർ, നിങ്ങൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഇവർ നൽകിയ പരാതി ഇന്നലെയാണ് ഫോർവേഡ് ചെയ്ത് കിട്ടിയത്. ഞാൻ അപ്പോൾ തന്നെ ഇവരെ വിവരം അറിയിച്ചു. മിസ്സിങ്ങോ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങളാ എന്നോട് ക്ഷമിക്കേണ്ടത്. കാലം മാറി, ജീവിത സാഹചര്യങ്ങളും മാറി. അത് ഞാനല്ലേ മനസ്സിലാക്കേണ്ടത്. അച്ഛൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാം. റോസലിനും വരാനിരുന്നതാ. ഇമ്മീഡിയറ്റ് ആയിട്ട് അവൾക്ക് നൈജീരിയയിലേക്ക് പോകേണ്ടി വന്നു. ഒരു ഒഫീഷ്യൽ പ്രോജക്റ്റ്. ഇനി ഞാൻ എങ്ങോട്ടും ഇല്ല. ഞാനും രജനിയും ഇനി ഇവിടെയാ. തിരക്കൊഴിഞ്ഞ അവധി കിട്ടുമ്പോ നിങ്ങൾ മക്കളെയും കൂട്ടി വരണം. ഇവിടെ എന്നെ പോലെ രജനിയെ പോലെ ഒരുപാട് പേരുണ്ട്. വാർദ്ധക്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ആരെയും ശല്യപ്പെടുത്താതെ ഞങ്ങൾ ജീവിച്ചോട്ടെ. ആ രവിയേട്ടന് സുഖാണോ? സുഖം. വസുന്ധര പോയതോടെ ജീവിതം തീർന്നു എന്നാ കരുതിയത്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് വയസ്സുകാലത്ത് ആണിനും പെണ്ണിനും കൂട്ടില്ലാതെയും ജീവിക്കാമെന്ന്. അതിനുള്ള സുരക്ഷിത സ്ഥലമാണ് ഈ സ്വപ്നക്കൂട്. ശ്രീകുട്ട, ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുമൊന്നുമല്ല. എന്താവശ്യമുണ്ടെങ്കിലും നീ അറിയിച്ചാ മതി. ഞങ്ങൾ അവിടെ ഉണ്ടാവും. സമാധാനായിട്ട് പോ. ശ്രീജിത്തെ, ഇത് അഗതി മന്ദിരമല്ല. വാർദ്ധക്യത്തിലെത്തിയ ധാരാളം അച്ഛനമ്മമാർ സന്തോഷത്തോടെ കഴിയുന്ന ഒരു വലിയ വീടാണിത്. നിങ്ങൾ 2 ദിവസം ഇവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ദുബായിലേക്ക് മടങ്ങിക്കോളൂ. നിങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് ജോലി ചെയ്യാം. അച്ഛനെ അമ്മയെ ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. എനിവേ, നിങ്ങൾ വീട്ടുകാർ സംസാരിക്കുന്നിടത്ത് കാക്കി വേഷം ഒരു അധികം പറ്റാണ്. ഞാൻ ഇറങ്ങുക. ഓക്കെ. ആ ശ്രീജിത്തെ, മടങ്ങി പോകുന്നതിന് മുമ്പ് രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് തരണം. വരട്ടെ. ശ്രീകുട്ട, നീ വിഷമിക്കണ്ട. വയസ്സായാൽ എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും ഇവിടെയാണ് രണ്ടാമത്തെ വീട്. ജീവിതത്തിന്റെ സായന്തനത്തിൽ മനുഷ്യർ ചെന്നെത്തുന്ന ഇടം വെറും വൃദ്ധസദനമല്ല. അവിടെ ജീവിതം അവസാനിക്കുന്നുമില്ല. ജീവിതത്തിലെ ഒരു പുതിയ വസന്തകാലം ഇവിടെ ഈ രണ്ടാമത്തെ വീട്ടിൽ ആരംഭിക്കുകയാണ്.